ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ? സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാൻ സുഖമായിട്ടിരിക്കുന്നു, കുഴപ്പമൊന്നുമില്ല, അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലായിടത്തും മഴയായിരിക്കും അല്ലേ? നമുക്കിവിടെ മഴയൊക്കെ ഉണ്ട് ചെറുതായിട്ട്. കാലാവസ്ഥയൊക്കെ മാറി മാറി വരുന്നുണ്ട്. പിന്നെ പലയിടങ്ങളിലും കോവിഡൊക്കെ തിരിച്ചു വരുന്നതൊക്കെ കേൾക്കും, പേടിയുണ്ട്. എല്ലാവരും പൊതു സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ മാസ്കൊക്കെ യൂസ് ചെയ്യുക, മാസ്കൊക്കെ ഇട്ടിട്ട് പോവുക. ഇനി നമ്മൾ കോവിഡിൻ്റെ പിടിയിൽ അകപ്പെടാതെ എല്ലാവരും ശ്രദ്ധിക്കുക. ഹോസ്പിറ്റലും കാര്യങ്ങളിലൊക്കെ പോകുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. കാരണം പലയിടത്തും അസുഖങ്ങളൊക്കെ വരുമ്പം നമ്മളൊരുപാട് കാലം കോവിഡിനെ ഭയന്ന് വീടിൻ്റെ ഉള്ളിൽ ഒതുങ്ങി നിന്ന ഒരു കാലം ഉണ്ടായിരുന്നല്ലേ? എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ ആ കാലമൊക്കെ. നമ്മളൊരിക്കലും നേരിടാത്ത കുറേ പ്രശ്നങ്ങൾ, നമ്മൾ ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത കുറേ ജീവിത സാഹചര്യങ്ങൾ, എപ്പോഴും വീട്ടിൻ്റെ ഉള്ളിൽ ഇരിക്കാൻ സമയമില്ലാത്ത ആളുകൾ, മാസങ്ങളോളം വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ ഇരുന്നൊരവസ്ഥ. ഇതൊക്കെ കോവിഡ് പല കാര്യങ്ങളും നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട് അല്ലേ? നമ്മൾ നേരിടാത്ത ഒരുപാട് പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ ഒക്കെ. ഫുഡ് കഴിക്കേണ്ട സാധനങ്ങൾ പോലും നമുക്ക് വീടുകളിൽ എത്തിച്ചു തരുന്ന കുറേ സംഘടന പ്രവർത്തകർ, ഒരുപാട് ആൾക്കാരുടെ സ്നേഹം, നമ്മൾ ഒത്തുകൂടിയിട്ട് അത്രയും ഒത്തൊരുമയുള്ളൊരു കാലഘട്ടം ഉണ്ടായിട്ടുണ്ടല്ലോ. കാരണം വെച്ചാൽ എല്ലാവരും പരസ്പരം മിണ്ടാനും സംസാരിക്കാനും, വീട്ടിൽ മക്കളും അച്ഛനും അമ്മമാരൊക്കെ ആയിട്ട് വീട്ടിൽ ഒതുങ്ങിക്കൂടാനും, അങ്ങനെ ഒരുപാട് നല്ല ഉണ്ടെങ്കിലും കുറച്ച് പ്രശ്നങ്ങളെന്ന് വെച്ചാൽ കുട്ടികളുടെ സ്കൂൾ പഠനം, ഓൺലൈൻ ക്ലാസ്, ചെറിയ കുട്ടികൾക്ക് പോലും, കുഞ്ഞു മക്കൾക്ക് പോലും മൊബൈൽ ഫോൺ സ്വന്തമായിട്ട് മേടിച്ച് കൊടുക്കേണ്ട ഒരു സാഹചര്യം വന്നിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് കുട്ടികൾ ഫോൺ ഉപയോഗം കൊണ്ട് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. കാരണം ചെറിയ നിസ്സാര കാര്യത്തിന് പോലും, ഈ കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടൊരു വാർത്തയല്ലേ, 9 വയസ്സുള്ളൊരു കുട്ടി അമ്മയോട് നിസ്സാര പ്രശ്നത്തിൽ അമ്മ വഴക്ക് പറഞ്ഞതിൻ്റെ പേരിൽ ആത്മഹത്യ ചെയ്തു എന്നുള്ള വാർത്ത. ഇതൊക്കെ സോഷ്യൽ മീഡിയ വഴിയും ന്യൂസ് വഴിയൊക്കെ അറിയുമ്പോൾ ഭയങ്കര ഒരു വിഷമമാണ്. കാരണം വെച്ചാൽ ഈ ഒരു കുട്ടി അച്ഛൻ്റെ അമ്മൻ്റെ ലാളനയായിട്ട് അവരവിടെ കൊഞ്ചി ജീവിക്കേണ്ട ഒരു പ്രായത്തിലൊരു കുട്ടി സ്വയം ജീവിതം അവസാനിപ്പിക്കുന്ന ഒരു കാലത്തിലേക്ക് നമ്മൾ മാറിയിട്ടുണ്ട്. അതിൻ്റെയൊക്കെ മെയിൻ കാരണം ഈ മൊബൈലും പ്രശ്നങ്ങളൊക്കെയാണ്. ഈ മൊബൈൽ കുട്ടികൾ ഉപയോഗിക്കുന്നതും കുട്ടികൾ അവരുടെ നിഷ്കളങ്കത നഷ്ടപ്പെടുന്ന ഒരു കാലത്തേക്കാണ് നമ്മൾ മാറിക്കൊണ്ടിരിക്കുന്നത്. അതായത് കളികളില്ല, ഒന്നുമില്ല, കമ്പ്യൂട്ടർ, മൊബൈൽ, അതിലേക്ക് ഒതുങ്ങിപ്പോയി മക്കൾ. പണ്ട് ഒളിച്ചു കളികളും കൊത്തങ്കല്ല് കളിയും, അതുപോലെ പിന്നെ ഒരു സാറ്റ് കളിക്കൊക്കെ ഇല്ല, ഇങ്ങനെയൊക്കെ ഒരുപാട് കളികളും ഇതൊക്കെ ഉണ്ടാകുമ്പം കുട്ടികളുടെ മനസ്സ് ആ കളിയിലേക്ക് മാറും. ഇപ്പോൾ കുട്ടികൾ മണ്ണിൽ കളിക്കാറില്ല, മണ്ണ് പറ്റി കളിക്കാറ്. മണ്ണിലൊക്കെ വളരണം കുട്ടികൾ, എന്നാലും അവരുടെ ബുദ്ധിയൊക്കെ നന്നായിട്ട് ബുദ്ധി വരികയും പിന്നെ അവരുടെ ഹെൽത്തൊക്കെ നല്ല ആരോഗ്യത്തോടെ വരണമെങ്കിൽ കുട്ടികൾ മണ്ണിലും ചെളിയിലൊക്കെ കളിച്ച് വളരണം. നമ്മളൊക്കെ ചെറുപ്പത്തിൽ അങ്ങനെയല്ല. ഞാൻ കുഞ്ഞിലൊക്കെ എൻ്റെ ഓർമ്മയിൽ വെച്ച് ഞാൻ ഇറങ്ങിയിട്ടായിരുന്നു ഞാൻ നീങ്ങിക്കൊണ്ടിരുന്നത്. രാവിലെ മുറ്റത്തേക്ക് അമ്മ ഇറക്കി ഇരുത്തിയാൽ അങ്ങ് ഒരു വലിയൊരു പടന്ന മാവ് പറഞ്ഞിട്ട് വലിയൊരു മാവ് തോട്ടം ഉണ്ടായിരുന്നു, വലിയൊരു മാവ്. അത് ഒരു 5 സെൻറ്റ് സ്ഥലത്തോളം ആ മാവ് ഇങ്ങനെ പടർന്ന് കിടക്കുക, ഒറ്റ മാവ്. ആ മാവിൻ ചോട്ടിലേക്ക് ഞാൻ നിരങ്ങിയിട്ട് പോകുമായിരുന്നു. നിരങ്ങി പോയിട്ട് എൻ്റെ കാലും ഒക്കെ തോലിയൊക്കെ പോയിട്ടുണ്ട്. എങ്കിലും അത്രയും റിസ്ക് എടുത്ത് അത്രയും ദൂരം ആ ഒരു പാറക്കെട്ടിലേക്ക് കൂടിയൊക്കെ ഇപ്പം എനിക്ക് പറ്റില്ല കേട്ടോ. ഇപ്പോൾ ഞാൻ വളർന്നപ്പോൾ ആ ഒരു ആരോഗ്യമൊക്കെ പോയി. അങ്ങനെയൊക്കെ പോകുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. എന്നാലും നമ്മളൊക്കെ കുട്ടിക്കാലത്ത് അങ്ങനെയായിരുന്നു. ഒരുപാട് ഓർമ്മകൾ, ഒരിക്കലും തിരിച്ചു കിട്ടാത്തൊരു കാലം. എനിക്കിപ്പോഴും മിസ് ചെയ്യുന്നുണ്ട് ആ ഒരു കാലം. അപ്പം അങ്ങനെയൊക്കെ ഒരു പ്രശ്നങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര വിഷമം. അതായത് കുട്ടികളൊക്കെ ഇങ്ങനെ മുറിയിൽ ഒതുങ്ങി വളരുന്ന ഒരു സാഹചര്യമാണ്. കളിയും കാര്യങ്ങളൊന്നുമില്ല. സ്കൂൾ വെക്കേഷനൊക്കെ തുറന്നു കഴിഞ്ഞാലും കുട്ടികളെ ബഹളമായിരിക്കും. ഇപ്പോൾ എവിടെയും കുട്ടികളെ ബഹളം കേൾക്കാനില്ല. കാരണം എന്താ, എല്ലാവരും ഒരു മൂലയ്ക്ക് ഇരുന്ന് മൊബൈൽ ഗെയിം കളിച്ചിട്ടും മൊബൈലിൽ എന്തെങ്കിലും റീൽസ് കണ്ടിട്ടും TV കണ്ടിട്ടും ഇങ്ങനെയൊക്കെ അവരുടെ ബാല്യം വെറുതെ നഷ്ടപ്പെടുത്തുകയാണ്. ഭയങ്കര ഒരു കാലങ്ങൾ മാറിപ്പോയി. അതാണ് കൊറോണ കാലത്ത് കുറേ നല്ല കാര്യങ്ങളുണ്ടെങ്കിലും ഇതുപോലെ ഈ ഓൺലൈൻ ക്ലാസ്സും പ്രശ്നങ്ങളൊക്കെ വന്നത് ഒരുപാട് ദോഷം തന്നെ. കുട്ടികളൊക്കെ മൊബൈൽ യുഗത്തിലേക്ക് കടന്നുപോയി. എല്ലാവരും മൊബൈലിൽ ഒതുങ്ങിപ്പോയി. സ്വന്തമായിട്ട് മൊബൈൽ കിട്ടും, അല്ലെ അച്ഛൻ്റെയും അമ്മേൻ്റെയും മൊബൈൽ കിട്ടണം, അങ്ങനെയൊക്കെ. ഇപ്പോൾ അവർക്ക് എല്ലാവർക്കും സ്വന്തമായിട്ട് എല്ലാവരുടെ കയ്യിലും മൊബൈൽ വരുന്നൊരു സാഹചര്യം വന്നപ്പോൾ അങ്ങനെയൊക്കെയാണ് പ്രശ്നങ്ങൾ. ഇതൊക്കെ മാറി നല്ലൊരു കാലം വരട്ടെ, കുട്ടികൾക്കൊക്കെ നല്ല ചിന്തകളും നല്ല ഇതൊക്കെ വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അല്ലേ? എന്തായാലും ഞാൻ കുറേ നാളായില്ലേ ഞാൻ 2 വരി പാട്ടൊക്കെ പാടിയിട്ട്. എന്തായാലും നിങ്ങൾക്ക് വേണ്ടി 2 വരി പാട്ട് പാടിത്തരാം.
ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. കഥന നിവാരണ കനിവിന്നുറവേ കാട്ടിൻ നടുവിൽ വഴി തെളിക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. നല്ലൊരു അർത്ഥമുള്ള പാട്ടാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ പാട്ട്. എന്തായാലും എൻ്റെ പാട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ. പാട്ട് പഠിച്ചിട്ടൊന്നുമില്ല, കേട്ട് പഠിച്ചാണ്. കുറവുകളൊക്കെ ഉണ്ടാവും, എങ്കിലും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂ. യൂട്യൂബ് ചാനൽ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. നിങ്ങളോടൊക്കെ കൂടുതലെടുത്ത് എൻ്റെ വിശേഷങ്ങളൊക്കെ നിങ്ങളിലേക്ക് എത്തിച്ച് എൻ്റെ സന്തോഷത്തിലും സങ്കടത്തിലും നിങ്ങളും കൂടി ഉണ്ടാവണം എന്നെനിക്കൊരാഗ്രഹമുണ്ട്. എൻ്റെ എല്ലാ സങ്കടങ്ങളും വിഷമങ്ങളും സന്തോഷങ്ങളും ഒക്കെ ഞാൻ നിങ്ങളോട് പങ്കു ചെയ്തുകൊണ്ട് തന്നെ വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ എല്ലാത്തിനും കൂടെ ഉണ്ടാവുക, ചേർത്ത് പിടിക്കാൻ നിങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഹാപ്പിയാണ്. എന്തായാലും അടുത്ത വീഡിയോയുമായി നമുക്ക് നാളെ കാണാം. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഓക്കെ.